അപ്പോ നമുക്കറിയാം ചെറിയൊരു മാർക്കിന്റെ വ്യത്യാസത്തില് റാങ്ക് ലിസ്റ്റിൽ കയറി പോകാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. അല്ല 100% നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഇൻപുട്ട് മൊത്തം കൊടുത്തിട്ട് വേണം ആ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ. ആ സിലബസ് ഫുൾ കവർ ചെയ്യുക, എന്താ പറയാ, പെട്ടെന്ന് തീർക്കണം എന്നുള്ളൊരു മൈൻഡ് മാത്രമാണ്. അവിടെ റിവിഷനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യുന്നതിനെ പറ്റി ആരും ചിന്തിക്കുന്നില്ല. ഓക്കെ, ചില ആൾക്കാർക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ഇത്രയും ഒരു എന്താ പറയാ സാലറി സ്കെയിലില്, അതുപോലെ തന്നെ ഒരു ലൈഫ് ലോങ് എന്താ പറയാ നമുക്കൊരു സെക്യൂരിറ്റി ആണ് അല്ലെ ഗവൺമെന്റ് ജോബ് നമുക്ക് തരുന്നത്. ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു എജ്യൂസ് ഇന്റർനാഷണൽ അക്കാഡമി. ഇപ്പൊ DHS DME ഫാർമസിസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ എപ്പോ ഉണ്ടാവും എന്ന് ഡൗട്ടുള്ള കുറെ ആൾക്കാരുണ്ടാവും അല്ലെ. അപ്പൊ നമുക്കറിയാം എക്സാം കഴിഞ്ഞത് 2024 2025 ജനുവരിയിൽ നമ്മുടെ DME ഫാർമസിസ്റ്റ് ഗ്രേഡ് 2ന്റെ റാങ്ക് ലിസ്റ്റ് വന്നു. 2025 ജൂണില് നമ്മുടെ DHS ഫാർമസിസ്റ്റിന്റെ റാങ്ക് ലിസ്റ്റ് വന്നു. അപ്പൊ നമുക്കറിയാം ഒരു റാങ്ക് ലിസ്റ്റിന്റെ വാലിഡിറ്റി അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 വർഷമാണ്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ 26, 27, 2028 ജനുവരിയിൽ ആ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവും. എന്തിന്റെ? നമ്മുടെ DME ഫാർമസിസ്റ്റ് ഗ്രേഡ് 2ന്റെ. അപ്പൊ 28 ജനുവരിയിൽ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവുമെങ്കിൽ അതിന് 6 മാസം മുന്നേ എക്സാം വരണം. അതായത് നമ്മുടെ അടുത്ത വർഷം ജൂണോടുകൂടി അതിന്റെ എക്സാം നടക്കണം. അങ്ങനെ എക്സാം നടക്കണമെങ്കിൽ അതിന് 6 മാസം മുന്നേ ആയിട്ട് അതിന്റെ നോട്ടിഫിക്കേഷൻ വരണം. അങ്ങനെയാണ് ഒരു PSCയുടെ ജനറൽ ട്രെൻഡ് എന്ന് പറയാം. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ DMEയുടെയും DHSന്റെയും നോട്ടിഫിക്കേഷൻ വരാറായിട്ടുണ്ട്. സോ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഏതാനും കുറച്ച് ഇൻഫോർമേഷൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. സോ വൺസ് അഗെയിൻ വെൽക്കമിങ് യു ഓൾ ടു ദിസ് സെഷൻ. അപ്പൊ നമുക്കറിയാം ഒരു ഗവൺമെന്റ് ജോലി സ്വപ്നം കാണുന്ന ആൾക്കാര് കുറച്ചധികം ആൾക്കാരുണ്ടാവും അല്ലെ. പുറത്തു പോകാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും, നാട്ടിൽ ജോലി ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും. അതിപ്പോ ഓരോ ആൾക്കാരെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഓരോരുത്തരുടെയും ഇഷ്ടം ഡിഫറെന്റ് ആണ് അല്ലെ. അപ്പോ നമുക്കറിയാം ചെറിയൊരു മാർക്കിന്റെ വ്യത്യാസത്തില് റാങ്ക് ലിസ്റ്റിൽ കയറി പോകാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. അതുപോലെ നല്ല രീതിക്ക് പഠിച്ചിട്ട് ആ ഒരു പഠിച്ചതിനുള്ള ഒരു എഫേർട്ട് ഫുൾ ആയിട്ട് ആ പേപ്പറിൽ കൊടുക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. സോ ഇനി ആരും വിഷമിക്കേണ്ട, ഒരു എക്സാം വരാറായിട്ടുണ്ട്. നമ്മുടെ DHS DME എക്സാംസ് എന്തായാലും വരാറായിട്ടുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങളുടെ പ്രിപ്പറേഷൻസ് എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. കാരണം ആ ഒരു എക്സാമിന് ഒരു മാസം മുന്നേ ആയിട്ട് പെട്ടെന്ന് ധൃതി പിടിച്ച് പഠിച്ചു തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഉണ്ടാവുന്ന ഒരു സ്ട്രെസ്സും, അതുപോലെ പഠിച്ചു തീർക്കാൻ പറ്റുമോ, ആ ഒരു സിലബസ് ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഡൗട്ടുള്ള കുറച്ച് ആൾക്കാരും ഉണ്ടാവും അല്ലെ. സോ ആ ഒരു ചിന്തകൾക്കും അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ ധൃതിപ്പെടുത്തുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ കുറച്ച് നേരത്തെ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. ഓക്കെ, സോ ആർ യു റെഡി ഫോർ DHS ആൻഡ് DME? എങ്ങനെയാണ്? റെഡി ആയിട്ടുണ്ടാവും അല്ലെ. സോ റെഡി ആയിട്ടിരിക്കുക. ഒരു ഗവൺമെന്റ് ജോബ് ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ എത്രയും പെട്ടെന്ന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. നമുക്കറിയാം വർഷങ്ങളായിട്ട് ഇതിനു വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് അല്ലെ. അപ്പോ എല്ലാവർക്കും ആ വർഷങ്ങളായിട്ട് എഫേർട്ട് ഇടുന്ന ആൾക്കാർക്ക് ഒരു ഹാപ്പി ന്യൂസ് ആണ് നമ്മുടെ ഏജ് ലിമിറ്റ് PSC കൂട്ടിയത് അല്ലെ. ജനറൽ കാറ്റഗറിക്ക് 40 വയസ്സും OBC കാൻഡിഡേറ്റ്സിന് 43 വയസ്സും SC/ST കാൻഡിഡേറ്റ്സിന് 45 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് ഇപ്പോൾ എക്സാം എഴുതാം. മുന്നത്തെ ഏജ് ലിമിറ്റ് ഒക്കെ ഒന്ന് മാറിയിട്ടുണ്ട്, അപ്പർ ഏജ് ലിമിറ്റ് അവർ കൂട്ടിയിട്ടുണ്ട്. സോ അതുകൊണ്ട് ഇനി നല്ല രീതിക്ക് ഒന്ന് പഠിക്കാൻ ഒരു ചാൻസും കൂടി, നമുക്കൊരു സെക്കൻഡ് ചാൻസും കൂടി കിട്ടിയേക്കുന്ന ഒരു സമയമാണ് അല്ലെ. അപ്പൊ എന്തുകൊണ്ടും എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരും പഠിച്ചു തുടങ്ങാം. അപ്പൊ എക്സ്പെക്റ്റഡ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ DHS ഫാർമസിസ്റ്റ് ഗ്രേഡ് 2ന്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 2027 ജൂണിലാണ്. അതായത് നെക്സ്റ്റ് ഇയർ ജൂൺ മാസത്തിൽ നമുക്ക് അതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാം. DME ഫാർമസിസ്റ്റ് ഗ്രേഡ് 2ന്റേത് മേ ബി ജനുവരി 2027 അല്ലെങ്കിൽ ഈ വർഷം ഡിസംബർ. ജനുവരിയിൽ പൊതുവെ വരുന്നത് കുറവാണ്. അപ്പൊ ഈ ഒരു വർഷം ഡിസംബറിൽ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നമുക്കറിയാം മെഡിക്കൽ കോളേജസിൽ ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ DME ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 എക്സാം ക്ലിയർ ചെയ്യണം അല്ലെ. അതാണ് DME. DHS ഡിസ്ട്രിക്ട് ഹെൽത്ത് സർവീസ് ആണ് അല്ലെ. അപ്പൊ അതിന്റെ ഒരു എക്സ്പെക്ട് ചെയ്യുന്ന ഒരു എക്സാം ടൈമിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ DMEയുടേത് നെക്സ്റ്റ് ഇയർ ജൂണിൽ നമുക്ക് വേണമെങ്കിൽ എക്സാം എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ DHSന്റെ എക്സാം 2028 ഒരു വർഷം കൂടി ഉണ്ട്, അതിന് കുറച്ച് ടൈമിംഗ് കൂടിയുണ്ട്. സോ നമ്മൾ വിചാരിക്കും ഇപ്പൊ എക്സാം കഴിഞ്ഞു പോയതേ ഉള്ളൂ, ഉടനെ തന്നെ അടുത്ത എക്സാം വരുമോ എന്ന് നമ്മൾ ചിന്തിച്ചിരിക്കുന്ന സമയത്തായിരിക്കും അടുത്ത എക്സാം വരിക. അപ്പൊ ഈ DHS DME എക്സാംസ് മാക്സിമം ഇനി കഴിഞ്ഞ പ്രാവശ്യം പോയിട്ടുള്ള ആൾക്കാരൊക്കെ അല്ലെങ്കിൽ ആ ഒരു ചെറിയ രീതിക്ക് മാർക്കിൽ ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ചാടിപ്പോകുന്ന ആൾക്കാരൊക്കെ
അല്ലെങ്കിൽ ആ റാങ്ക് ലിസ്റ്റ് കയറാൻ പറ്റാതെ പോയ ആൾക്കാരൊക്കെ ഈ ഒരു വർഷത്തെ എക്സാം അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന എക്സാം നല്ല 100% നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഇൻപുട്ട് മൊത്തം കൊടുത്തിട്ട് വേണം ആ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ. ആ സിലബസ് ഫുൾ കവർ ചെയ്യുക, നല്ല രീതിക്ക് ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യുക, പഠിക്കുന്ന ഓരോ ടോപ്പിക്സും മാക്സിമം റിവൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്കൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് ആ ഒരു ടോപ്പിക് എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതല്ല. പഠിച്ച കാര്യങ്ങളെ എത്ര വട്ടം വൃത്തിയായിട്ട് റിവൈസ് ചെയ്യാൻ പറ്റുന്നോ അത്ര പ്രാവശ്യം റിവൈസ് ചെയ്യുക, അതിന്റെ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. അതാണ് നല്ലൊരു ഔട്ട്പുട്ട് കിട്ടുന്നതിന്റെ ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയാൻ ഈ ഒരു റിവിഷനും അതുപോലെ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ആണ്. ഓക്കെ, സോ DHS എക്സാംസ് നമുക്കൊരു DHS DME എക്സാംസ് നമുക്ക് വേണമെങ്കിൽ ഒരു 1 ഇയറിനുള്ളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്കറിയാം 1000-ലധികം കാൻഡിഡേറ്റ്സ് അപ്പിയർ ചെയ്യുന്ന ഒരു എക്സാം ആണ് അല്ലെ നമ്മുടെ ഈ ഒരു DHS DME ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സാം. അതുപോലെ തന്നെ വേക്കൻസീസ് ഉണ്ടാവും, എന്നാലും അത്രയും നന്നായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങുന്ന ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ളതാണ് ആ റാങ്ക് ലിസ്റ്റ് ഒക്കെ. അപ്പൊ നല്ല രീതിക്ക് എഫേർട്സ് ഇട്ട് തുടങ്ങുക. എന്തുകൊണ്ടാണ് നമ്മൾ എത്രയും പെട്ടെന്ന് പഠിത്തം തുടങ്ങണം എന്ന് നമ്മൾ എപ്പോഴും പറയുന്നത്? അതായത് നമുക്കറിയാം ലേറ്റ് ആയിട്ട് തുടങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ആ ഒരു സ്ട്രെസ്സും ആൻസൈറ്റി ഒക്കെ ഭയങ്കര കൂടുതലായിരിക്കും അല്ലെ. എങ്ങനെ കവർ ചെയ്യും ഇത്രയും സബ്ജക്ട്സ്? അതുപോലെ എനിക്ക് തോന്നുന്നു മിക്കവാറും എല്ലാവരും ലാസ്റ്റത്തേക്ക് വെക്കുന്ന ഒരു ടോപ്പിക് ആയിരിക്കും ആ ഒരു കെമിസ്ട്രിയുടെ ഒരു ഏരിയ എന്ന് പറയാം. അപ്പൊ പെട്ടെന്ന് തുടങ്ങുന്ന ആൾക്കാർ, എത്രയും മുന്നേ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആദ്യമേ അങ്ങനെയുള്ള സബ്ജക്ട്സ് ഒക്കെ ഒന്ന് പഠിച്ച് ഒരു എന്താ പറയാ ഒരു കുറച്ച് സമയം എടുത്ത് ആ ഒരു സബ്ജക്ട്സ് ആദ്യമേ തന്നെ കംപ്ലീറ്റ് ആക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഫുൾ സബ്ജക്ട്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് ആ ഒരു ലിമിറ്റഡ് ടൈമിനുള്ളിൽ നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്ത് എക്സാമിന് അപ്പിയർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ സിലബസിനെ പറ്റിയിട്ട് കൃത്യമായിട്ടൊരു ധാരണ വേണം നമുക്ക്. ആദ്യമായിട്ട് എക്സാം എഴുതുന്ന ആളാണെങ്കിൽ കൂടി കൃത്യമായിട്ട് വൃത്തിയായിട്ട് ആ ഒരു സിലബസ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നല്ല രീതിക്ക് മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. അതായത് നമുക്കറിയാം കെമിസ്ട്രി 1 ഉണ്ട്, 2 ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് 1 ഉണ്ട്, 2 ഉണ്ട്, കോഗ്നസി ഉണ്ട്, കോളജി ഉണ്ട്, ജൂറിസ് ഉണ്ട്, ക്ലിനിക്കൽ ഫാർമസി, ഹോസ്പിറ്റൽ ഫാർമസി, ഡ്രഗ് സ്റ്റോർ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ്, ഇത്രയും സബ്ജക്ട്സ് അതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ഓരോ സബ്ജക്ട്സിനകത്തും എന്തൊക്കെ ടോപ്പിക്സ് വരുന്നുണ്ട് എന്നുള്ള കൃത്യമായ ഒരു ധാരണ കൂടി നമുക്ക് വേണം. സിലബസിനെ പറ്റിയിട്ട് കറക്റ്റ് ആയിട്ട് ഏത് ടോപ്പിക് ഏതിൽ വരുന്നു എന്നുള്ള കൃത്യമായിട്ടൊരു ധാരണ നമുക്ക് വേണം. അതുപോലെ ഞാൻ ഓൾറെഡി പറഞ്ഞു, റിവിഷനും അതുപോലെ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് പ്രാക്ടീസും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതില്ലാതെ നമുക്ക് ഒരു എക്സാമും ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ ചെറിയ രീതിക്ക് ഒരു ലക്ക് ചില ആൾക്കാർക്കൊക്കെ ഫേവർ ചെയ്യും, എന്നാലും മാക്സിമം നമ്മളെ കൊണ്ട് പറ്റാവുന്നത്ര ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. ഒരു പ്രാവശ്യം പഠിച്ച ടോപ്പിക്ക് ആ ഒരു എക്സാമിന്റെ തലേന്ന് നോക്കാതെ അതിന് മുന്നേ ആയിട്ട് ഒരു 2-3 വട്ടമെങ്കിലും റിവൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ദെൻ സ്റ്റാർട്ട് ഏർലി, സ്റ്റേ ഹെഡ്, റാങ്ക് ഹയർ. ഓക്കെ, അതായിരിക്കണം നമ്മുടെ ഉള്ളിലുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഫോക്കസ് എന്ന് പറയാം. ഓക്കെ, പിന്നെ കോമൺ ആയിട്ട് സ്റ്റുഡൻസ് വരുത്തുന്ന ഒരു മിസ്റ്റേക്സ് എന്തൊക്കെയാണ്? നമുക്കൊരു പ്രോപ്പർ സ്റ്റഡി പ്ലാൻ ഉണ്ടാവത്തില്ല അല്ലെ. പെട്ടെന്ന് ഒരു ടോപ്പിക്ക് പഠിക്കാമോ അതങ്ങനെ പഠിക്കുന്നു. അപ്പൊ കൃത്യമായിട്ട് നമ്മുടെ ഉള്ളിൽ ഒരു സ്റ്റഡി പ്ലാൻ വേണം. അതുപോലെ തന്നെ തിയറി മാത്രം വായിച്ചു പോവുക അത് നമുക്കറിയാം അല്ലെ. റീഡിങ് ഓൺലി തിയറി, മെയിൻ ആയിട്ട് ആ സിലബസ് എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യുക, കൺസെപ്റ്റ് പഠിക്കുക, അതാണ് എല്ലാവരുടെ ഉള്ളിലെ ഒരു എന്താ പറയാ പെട്ടെന്ന് തീർക്കണം എന്നുള്ളൊരു മൈൻഡ് മാത്രമാണ്. അവിടെ റിവിഷനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യുന്നതിനെ പറ്റി ആരും ചിന്തിക്കുന്നില്ല. ഓക്കെ, അതൊരു മിസ്റ്റേക്ക് ആണ്. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇഗ്നോർ ചെയ്യാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ നമുക്കറിയാം പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് സോൾവ് ചെയ്താൽ വർക്ക്ഔട്ട് ചെയ്താൽ മാത്രമാണ് ഏതൊക്കെ ഏരിയാസ് ആണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഹോട്ട് ഏരിയാസ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. സോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാക്സിമം കളക്ട് ചെയ്ത് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. പിന്നെ അതുപോലെ നോ റിവിഷൻ സ്ട്രാറ്റജി, ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ റിവൈസ് ചെയ്യാനായിട്ടുള്ള ടൈം കിട്ടുന്നില്ല എന്നല്ല, അതിനുവേണ്ടി ടൈം മാറ്റി വെക്കുന്നില്ല. സോ മാക്സിമം എന്ത് ചെയ്യുക, ടോപ്പിക്സ് പഠിക്കുന്ന അനുസരിച്ച് റിവൈസും കൂടി ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. സ്റ്റാർട്ടിങ് ടു ലേറ്റ്. ഇപ്പൊ ഇത് പറഞ്ഞാലും ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നാലാണ് നമുക്ക് വിശ്വാസമാവുള്ളൂ. എന്നാൽ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിച്ചു തുടങ്ങാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിരിക്കും നമ്മൾ ഇരിക്കുക. പക്ഷെ അങ്ങനെ വെക്കാതെ ഇപ്പൊ ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ എന്നത്തേക്ക് ആയിരിക്കും എക്സാം അല്ലെങ്കിൽ എന്നത്തേക്ക് നോട്ടിഫിക്കേഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളത് ഓർത്ത് നോക്കി. ആ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു സിലബസ് ഒരു വട്ടമെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിടക്കുക 6 മാസം 5 മാസം ഒക്കെ ടൈം. ആ ഒരു സമയത്ത് എത്രത്തോളം ക്വസ്റ്റ്യൻസും വർക്ക്ഔട്ട് ചെയ്യാനും നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച നോട്ട്സ് ഒക്കെ പഠിക്കാനും ഒന്നുകൂടി റിവൈസ് ചെയ്യാനുള്ള ടൈം നമുക്ക് കിട്ടുന്നത്. സോ പ്രിപ്പറേഷൻസ് എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ദെൻ നമ്മൾ കോമൺ ആയിട്ട് വരുത്തുന്ന മിസ്റ്റേക്ക് ആണ് നമ്മളിപ്പോ പറഞ്ഞത്. സോ സ്മാർട്ട് സ്റ്റഡി അപ്രോച്ച് എന്താണ്? ഹൈ വെയിറ്റ് ടോപ്പിക്സ് അതെങ്ങനെ കിട്ടുക? അത് എപ്പോഴും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, സോൾവ്ഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പോഴാണ് നമുക്ക് ഏതൊക്കെയാണ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്, ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് എന്നുള്ള മനസ്സിലാവുള്ളൂ. സോ ഫോക്കസ് ഓൺ ഹൈ വെയിറ്റ് ടോപ്പിക്സ്. ഡെയിലി MCQ പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഡെയിലി MCQ പ്രാക്ടീസ്, വീക്ക്ലി റിവിഷൻ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസ്, ടൈം മാനേജ്മെന്റ്. ഓക്കെ,
അപ്പോൾ നമുക്കറിയാം നമ്മളൊരു ഡിസ്ക്രിപ്റ്റ് തിയറി എക്സാംസിനൊക്കെ നമ്മൾ കുറെ നേരം ഇരുന്ന ഒരു കൺസെപ്റ്റ് കുറെ മണിക്കൂർ എടുത്ത് ഇങ്ങനെ പഠിക്കുക ചെയ്യുന്ന അല്ലെ. പക്ഷെ കോമ്പറ്റേറ്റീവ് എക്സാമിന് എപ്പോഴും ഒരു സ്മാർട്ട് അപ്രോച്ച് ആയിരിക്കണം. അതായത് കൺസെപ്റ്റ് മനസ്സിലാക്കുക, റിവൈസ് ചെയ്യുക, പിന്നെ റിവൈസ് ചെയ്യുക, ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യുക. ഈ ഒരു സ്ട്രാറ്റജി നമ്മുടെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റിക്ക് ഓൺ ചെയ്ത് വെക്കുക. ഓക്കെ, യുവർ ഗവൺമെന്റ് ജോബ് ഈസ് പോസിബിൾ. ആൻഡ് ഇങ്ങനെ ഒരു സ്മാർട്ട് സ്റ്റഡി അപ്രോച്ച് നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് എന്താണ്, നല്ല രീതിക്ക് നല്ല സ്കോർ വാങ്ങി നമുക്ക് റാങ്ക് ലിസ്റ്റിൽ കയറി ജോലിക്ക് കയറാനായിട്ട് സാധിക്കും. ഒരു ഫസ്റ്റ് 10 വന്നു കഴിഞ്ഞാൽ, ഫസ്റ്റ് 5 വന്നാൽ അത് ഉറപ്പായിട്ടും നമുക്ക് എന്താണ്, നമ്മളത് സെക്യൂർഡ് ആണ്, നമ്മുടെ ലൈഫ് തന്നെ സെക്യൂർഡ് ആണ്. ജോബ് സെക്യൂരിറ്റി, ഗുഡ് സാലറി, റെസ്പെക്ട് ഇൻ സൊസൈറ്റി, സ്റ്റേബിൾ ഫ്യൂച്ചർ. നമുക്കറിയാലോ ഒരു ഗവൺമെന്റ് ജോബ് ഉണ്ട് എന്ന് പറയുന്നത് അത്ര ഒരു ചില്ലറ കാര്യമൊന്നുമല്ല, നല്ല കാര്യമാണ് അല്ലെ. പിന്നെ ഞാൻ പറഞ്ഞു ആൾക്കാരനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവും, അവരുടെ പെർസ്പെക്റ്റീവ്സിൽ വ്യത്യാസം ഉണ്ടാവും. ചില ആൾക്കാർക്ക് എബ്രോഡ് പോകാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുണ്ടാവും, ചില ആൾക്കാർക്ക് നാട്ടിൽ തന്നെ വർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ നമ്മുടെ ഒരു ഫാക്ടർ ഉണ്ടാവും. അതായത് നമുക്കൊരു മെയിൻ എന്താ പറയാ, നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഫാക്ടർ ഉണ്ടാവും. ആ ഒരു ഫാക്ടർ മേ ബി ചിലപ്പോൾ പുറത്തു പോയിട്ട് നല്ല രീതിക്ക് അവിടെ എക്സ്പ്ലോർ ചെയ്ത് അങ്ങനെ വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള കുറച്ച് ആൾക്കാരുണ്ടാവും. പക്ഷെ ചില ആൾക്കാർക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ഇത്രയും ഒരു എന്താ പറയാ സാലറി സ്കെയിലില്, അതുപോലെ തന്നെ ഒരു ലൈഫ് ലോങ് എന്താ പറയാ നമുക്കൊരു സെക്യൂരിറ്റി ആണ് അല്ലെ ഗവൺമെന്റ് ജോബ് നമുക്ക് തരുന്നത്. സോ അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ മാക്സിമം അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുടെ എണ്ണം ഇപ്പൊ കൂടി വരികയാണ്. ഓക്കെ, സോ നല്ല രീതിക്ക് പഠിക്കാനായിട്ടൊക്കെ ശ്രമിക്കാം. ഈ എക്സാംസ് ഒക്കെ വരുന്നുണ്ട്, ഉടനെ തന്നെ വരുന്നുണ്ട്. അപ്പൊ നല്ലൊരു സ്റ്റഡി സ്ട്രാറ്റജി ഫോളോ ചെയ്ത് പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പൊ നമ്മൾ അത് ഫോക്കസ് ചെയ്തിട്ട് നമ്മുടെ DHS DME എക്സാം വരുന്നതിനോടനുബന്ധിച്ച് നമ്മൾ ലോങ് ടേം ബാച്ചസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാ നോക്കാം. കംപ്ലീറ്റ് സിലബസ് കവറേജ്, നമ്മൾ വീക്ക്ലി 3 ക്ലാസ്സസ് വെച്ചാണ് പോകുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ഈ സിലബസ് എക്സാമിന് മുന്നേ കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സസ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ഡെയിലി ക്ലാസ്സസ്, ദെൻ MCQs ആൻഡ് മോക്ക് ടെസ്റ്റ്, ഓരോ ടോപ്പിക്സിനും റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് പഠിച്ചതിന് ശേഷം ടെസ്റ്റുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ റിവിഷൻ പ്ലാൻസ്, വീക്ക്ലി റിവിഷൻസ് ഉണ്ടാവും, സൂം റിവിഷനും അതുപോലെ യൂട്യൂബ് ലൈവ് സെഷൻസും ഉണ്ടാവും. എക്സാം ഫോക്കസ്ഡ് സ്ട്രാറ്റജി, അതുപോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഡ്രഗ് മാസ്റ്റർ സീരീസ് ആണ്. ഈ കംപ്ലീറ്റ് സിലബസിനെ 3 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ 3 ബുക്സ് ആക്കി. അതാണ് നമ്മുടെ ഡ്രഗ് മാസ്റ്റർ സീരീസ് എന്ന് പറയാം. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് പോലും ക്യാപ്സ്യൂൾ രൂപത്തിൽ ചെറിയ പോയിന്റ് വൈസ് ആയിട്ടാണ് ഈ ബുക്സിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ കുറച്ചും കൂടി നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. അതുപോലെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് ബോക്സസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റിലേക്ക് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫർദർ കൺസെപ്റ്റ്സും നമ്മൾ ചെറിയൊരു നോട്ട്സ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കെമിസ്ട്രി ഒക്കെ ടേബിൾ ഫോമാറ്റിലാണ് കൊടുത്തിട്ടുള്ളത്. ഇത്രയും വലിയ സ്ട്രക്ചേഴ്സും കാര്യങ്ങളും പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ തിയറി പോലെ ഇങ്ങനെ കുറെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ കുറച്ചും കൂടി ബുദ്ധിമുട്ടാവും. സോ അതൊക്കെ ടേബിൾ ഫോമാറ്റിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സോ 3 സീരീസ് ആണ്, 3 വോളിയൂംസ് ആണ് ഇതിൽ വരിക. ഡ്രഗ് മാസ്റ്റർ സീരീസ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിന് ഈ ഒരു ഡ്രഗ് മാസ്റ്റർ സീരീസ് ഫ്രീ ആയിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ സ്റ്റാർട്ട് നൗ, സ്റ്റേ കൺസിസ്റ്റന്റ്, സക്സീഡ് ഷുവർലി. ഓക്കെ, അപ്പൊ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഈ തന്നിട്ടുള്ള കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇനി എക്സാംസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഒരിക്കലും ഇതിനൊരു സ്റ്റോപ്പ് ഇടരുത്. പറ്റുന്ന അത്രയും നമുക്ക് ഇത്ര 40, 43, 45 വയസ്സ് വരെ എക്സാം എഴുതാൻ പറ്റും. സോ അത്രയും ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരൊക്കെ മാക്സിമം എക്സാംസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഒന്നിൽ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ വിഷമിക്കരുത്. അടുത്തൊരു ചാൻസ്, ഒരു ഗോൾഡൻ ചാൻസ് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് ഉണ്ടാവും. അപ്പോൾ ഹോപ്പ് കൈവിടരുത്, നന്നായിട്ട് പഠിക്കുക. ബെസ്റ്റ് വിഷസ് ഫോർ യുവർ ഫ്യൂച്ചർ. ഇതുപോലുള്ള യൂസ്ഫുൾ ഇൻഫോർമേഷൻസ് കാണാനായിട്ട് നമ്മുടെ എഡ്യൂസ് അക്കാഡമിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെസ്റ്റ് വിഷസ് ഫോർ യുവർ ഫ്യൂച്ചർ. ബൈ.